നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാരതാംബ വിവാദത്തിന് പിന്നാലെ വിഭജന ഭീതി ദിനം. ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന കടുത്ത നിലപാടിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. നിർദ്ദേശം പാലിക്കരുതെന്ന കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ. പരിപാടി നടത്തിയാൽ തടയുമെന്നാണ് SFIയുടെയും KSUവിന്റെയും നിലപാട്. വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനെ ചൊല്ലി ഗവർണറും കേരള സർക്കാരും തമ്മിൽ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്യാമ്പസുകളിൽ പരിപാടികൾ നടത്തണമെന്ന് ഓർമ്മിപ്പിച്ച് VC-മാർക്ക് വീണ്ടും ഗവർണർ കത്തയച്ചിരുന്നു. എന്നാൽ ഒരു പരിപാടിയും നടത്തരുത് എന്ന് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്ത് ചടങ്ങ് നടത്തിയാലും തടയുമെന്നാണ് SFIയുടെയും KSUവിന്റെയും മുന്നറിയിപ്പ്. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ചാൻസലറും പാടില്ല എന്ന് പ്രോ ചാൻസലറും നിലപാടെടുത്തിട്ടുണ്ട്. സർവകലാശാലകളിലും കോളേജുകളിലും ആകെ ആശയക്കുഴപ്പമാണ്. സംഘപരിവാർ അജണ്ടകളുള്ള നീക്കമെന്ന നിലയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴും ദിനാചരണത്തിൽ രാജ്ഭവന് വിട്ടുവീഴ്ചയില്ല. പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന മുൻ നിർദ്ദേശം ഓർമ്മിപ്പിച്ചുള്ള പുതിയ കത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൂടി VC-മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ. രാജ്ഭവൻ നിർദ്ദേശം പാലിക്കരുതെന്നാണ് നിലപാട് എടുത്തിരിക്കുന്നത്. ഗവർണറുമായി അടുപ്പമുള്ള KTU, കേരള, കണ്ണൂർ VC-മാർ നിർദ്ദേശം താഴെത്തട്ടിലേക്ക് കൈമാറിയിട്ടുണ്ട്. KTUവിൽ നാടകം, സെമിനാറുകൾ അടക്കം സംഘടിപ്പിക്കണമെന്നാണ് പ്രിൻസിപ്പൽമാരോട് ആവശ്യപ്പെട്ടത്. കേരളയിൽ SFI ഗവർണറുടെയും VC-യുടെയും കോലം കത്തിച്ചു. കണ്ണൂരിൽ VC പങ്കെടുത്ത ചടങ്ങിലേക്ക് ഭരണഘടനയുടെ പകർപ്പുമായി SFI പ്രതിഷേധിച്ചു. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനു മുന്നോടിയായി ഓഗസ്റ്റ് 14 സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിർദ്ദേശിച്ചത് വിവാദമായിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസമായ ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനം അഥവാ വിഭജന വിഭീഷിക സ്മൃതി ദിവസം ആചരിക്കുന്നത്. എന്താണ് വിഭജന ഭീതി അനുസ്മരണ ദിനം? ഓഗസ്റ്റ് 14 രാജ്യം വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കുന്നത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവരെയും അവരുടെ ജന്മദേശങ്ങളിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെട്ടവരെയും അനുസ്മരിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിലൊന്നാണ് വിഭജനത്തിലൂടെ ഉണ്ടായത്. ഏകദേശം 2 കോടി ജനങ്ങളാണ് ഇത് ബാധിച്ചത്. ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ ജന്മദേശം അല്ലെങ്കിൽ പട്ടണങ്ങളും നഗരങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു. അഭയാർത്ഥികളായി പുതിയൊരു സ്ഥലത്ത് ജീവിതം ആരംഭിക്കാൻ അവർ നിർബന്ധിതമായി. 2021 വിഭജന ഭീതി ദിനം ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു, രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടമായവരെയും സ്വന്തം രാജ്യത്ത് നിന്ന് പിഴുതെറിയപ്പെട്ടവരെയും അനുസ്മരിക്കുന്നതിനായാണ് 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭജന ഭീതി ദിനം പ്രഖ്യാപിച്ചത്. വിവിധ സംസ്ഥാന സർക്കാരുകൾ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ദിനാചരണവുമായി മുന്നോട്ടു പോവുകയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. നാളത്തെ സ്വതന്ത്ര ദിനാഘോഷം കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനം അതീവ സുരക്ഷാ വലയത്തിലാണ്. ദില്ലിയിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചു. ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി സർവകലാശാലകളിൽ ആചരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് ഗവർണർ സർക്കുലർ അയച്ചത് RSS അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രസ്താവനയിൽ പറയുന്നു. ജനങ്ങൾ ഐക്യത്തോടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയപ്പോൾ ഈ സമാജത്വത്തെയും സഹായിക്കുന്ന നിലപാടാണ് RSS സ്വീകരിച്ചത്. സ്വാതന്ത്ര്യ സമരകാലത്ത് വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ താല്പര്യം കാട്ടാതെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പടനയിക്കാൻ ഊർജം ചെലവഴിച്ചാണ് സ്വാതന്ത്ര്യദിനത്തിന്റെയും പ്രാധാന്യം കുറയ്ക്കാൻ വിഭജന ഭീതിയുടെ ഓർമ്മദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ട് RSSന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ചു വന്ന വിഭജന ഭീതി ദിനത്തെ കേന്ദ്ര സർക്കാർ പരിപാടിയാക്കി മാറ്റിയത് മോദിയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിർബന്ധമായി ഈ ദിനം ആചരിക്കുന്നുണ്ട്. ഈ രീതി കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഗവർണറുടെ നീക്കം അനുവദിക്കാനാവില്ല. ഗവർണറുടെ നീക്കത്തിനെതിരെ അക്കാദമിക് സമൂഹവും ബഹുജനങ്ങളും പ്രതിഷേധിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിവാദ സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, സർവകലാശാല തർക്കം തുടരുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC-മാരെ കണ്ടെത്താൻ സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കും. കമ്മിറ്റിയിലേക്ക് 5 പേരുകൾ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. സർക്കാരിനും ഗവർണർക്കും UGCക്കും പേരുള്ള ഈ നിർദ്ദേശങ്ങൾ നൽകാം. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് ഗവർണർ തെരഞ്ഞെടുപ്പ് നടത്തണം. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും യോജിപ്പില്ലാത്ത സാഹചര്യത്തിലാണ് കോടതിയുടെ സാധാരണ നടപടി. എന്താണ്
സ്ഥിരം VC നിയമനം വൈകുന്നത് എന്ന് കോടതി ചോദിച്ചു. ഗവർണർ സഹകരിക്കുന്നില്ല എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ആർക്കാണ് അധികാരമെന്ന് കോടതി ചോദിച്ചു. സർക്കാരിനാണ് അധികാരമെന്ന് സർക്കാർ വാദിച്ചു. അങ്ങനെയാണ് ചട്ടങ്ങളിൽ കാണുന്നത് എന്ന് കോടതിയും പറഞ്ഞു. തുടർന്നാണ് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റിയെ തങ്ങൾ നിയമിക്കാമെന്ന് കോടതിയും പറഞ്ഞത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VCമാരുടെ പുനർനിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഗവർണർ ഏകപക്ഷീയമായാണ് താൽക്കാലിക VCമാരെ നിയമിച്ചതെന്നും ഇത് ചട്ടവിരുദ്ധമായതിനാൽ ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് കേരളം നൽകിയ അപേക്ഷ. നേരത്തെ VC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഗവർണർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ഥിര നിയമനം നടത്തുകയോ അതുവഴി 6 മാസത്തേക്ക് താൽക്കാലിക നിയമനം നടത്തുകയോ ചെയ്യാമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിലും K ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലിക VCമാരായി പുനർനിയമിച്ച് ഗവർണർ വിജ്ഞാപനം ഇറക്കിയിരുന്നു.